ക്രൈസ്തവ സ്ഥാപനങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ അജണ്ടകൾ തിരിച്ചറിയണമെന്ന് സീറോ മലബാർ അൽമായ ഫോറം. പൊതുജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും അൽമായ ഫോറം വ്യക്തമാക്കി. ക്രൈസ്തവ സ്ഥാപനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കുടിലതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന സമരങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ചെറുത്തുനിൽപ്പുകളും നടത്താൻ ക്രൈസ്തവ സംഘടനകൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും സീറോ മലബാർ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി ആവശ്യപ്പെട്ടു. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആശുപത്രികളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സമരങ്ങളും അപവാദ പ്രചരണങ്ങളും അടുത്ത കാലത്തായി വർദ്ധിച്ചു വരികയാണെന്ന് ഫോറം വിലയിരുത്തി. സമാനമായ വിഷയങ്ങൾ മറ്റു സ്ഥാപനങ്ങളിലുണ്ടാകുമ്പോൾ മൗനം പാലിക്കുന്ന രാഷ്ട്രീയ സമുദായ സംഘടനകൾക്ക് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മാത്രം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ അജണ്ടകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ഇതര ആരോഗ്യ സേവന ദാതാവാണ് ക്രൈസ്തവ സഭകൾ നടത്തുന്ന ആശുപത്രികളെന്നും സീറോ മലബാർ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി ചൂണ്ടിക്കാട്ടി. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ മാനേജ്മെൻറ്റ് ആശുപത്രികളെ തകർക്കാൻ ചില ബാഹ്യശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾ പൊതുസമൂഹം തിരിച്ചറിയണം. അഴിമതിക്കറ പുരണ്ട അച്ചാരം പറ്റികളായ ചില സംഘടനാ നേതാക്കളെ മുന്നിൽ നിർത്തി ക്രൈസ്തവ മാനേജ്മെൻറ്റ് ആശുപത്രികളിൽ മാത്രം നടത്തുന്ന സമരങ്ങൾക്കെതിരെ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ജാഗ്രത പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. ക്രൈസ്തവ മാനേജ്മെൻറ്റ് ആശുപത്രികളെ സ്ഥിരപ്പെടുത്തുന്ന സമരങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിൻ്റെ ആശുപത്രികളോട് മൃദു സമീപനമാണ് സമരക്കാർ സ്വീകരിക്കുന്നത്. ഇത്തരം കുടിലതന്ത്രങ്ങൾ ക്രൈസ്തവർ തിരിച്ചറിയണം. ഇത്തരം വ്യാജമായ സമരങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ചെറുത്തുനിൽപ്പുകളും നടത്താൻ ക്രൈസ്തവ സംഘടനകൾ ഒറ്റക്കെട്ടായി തന്നെ രംഗത്തിറങ്ങണമെന്നും സീറോ മലബാർ അൽമായ ഫോറം അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ ഇനിയെങ്കിലും ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കപ്പെടും. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ മാനേജ്മെൻറ്റ് ആശുപത്രികളിൽ അഴിച്ചുവിട്ടത് മാസങ്ങളോളം നീണ്ടുനിന്ന അതിശക്തമായ സമരങ്ങളായിരുന്നു. അന്ന് സമരത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം നഴ്സുമാരും അവരുടെ കുടിലതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞത് പിന്നീടായിരുന്നു. അട്ടിമറിക്കാനുള്ള ഹീനമായ നീക്കങ്ങൾക്ക് പുറകിലുള്ള ബാഹ്യശക്തികൾ ആരാണെന്ന് കണ്ടെത്താൻ സർക്കാർ അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്നും സീറോ മലബാർ അൽമായ ഫോറം ആവശ്യപ്പെട്ടു. ഷെക്കിന ന്യൂസ്, തൃശൂർ.